ഹായ്. ചേലാകർമ്മത്തെ തുടർന്ന് നവജാത ശിശു മരിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മൂലമറ്റം. ചേലാകർമ്മത്തെ തുടർന്ന് രക്തം വാർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ 2 പേരെ കാനാർ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം പേരാമംഗലം ഇടക്കുടിയിൽ ഇബ്രാഹിം 63 വയസ്സ്, സഹായി ആലപ്പുറത്തുകുടിയിൽ നിഷാദ് 39 എന്നിവരെ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കാനാറിൽ ഒരു കുടുംബത്തിലെ 67 ദിവസം പ്രായമുള്ള ഇരട്ട കുട്ടികളിലൊന്നാണ് മരിച്ചത്. 2024 ജനുവരി 2 സംഭവം. ചർമ്മം നീക്കിയതിനെ തുടർന്ന് ശക്തമായ രക്തസ്രാവമുണ്ടായി. കുഞ്ഞിനെ അടിവാടിയിലെ ഒരു ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. ചികിത്സയ്ക്ക് കഴിവേ കുഞ്ഞിന് ശ്വാസതടസ്സമുണ്ടായി. തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 4 വൈകിട്ട് 7:30 കുഞ്ഞ് മരിച്ചു. ഞാനിത് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ്, ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. റീസെൻ്റ്ലി ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. പുള്ളി ഇതിന് വേണ്ടിയിട്ട് വീണ്ടും കേസ് പോകുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ കേസിന് പോകാനുള്ള ഏറ്റവും നല്ലൊരു പഴുതാണ് ആരിഫ് ഹുസൈൻ അന്ന് കൊടുത്ത കേസിൽ ഇത് പഴുതടപ്പിച്ച് കളഞ്ഞു. ഈ ഇപ്പോൾ പറഞ്ഞ, അതായത് ഇപ്പോൾ ഒരു വാർത്താ ചാനലിൽ ആരിഫ് ഹുസൈൻ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഈ ചേലാകർമ്മം നിർത്തലാക്കണം എന്നത് ഉദ്ദേശിച്ചിട്ടില്ല, അതിന് 18 വയസ്സ് എന്ന പ്രായപരിധി നിജപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അന്നത്തെ ഇത് ഞാൻ വായിച്ചതാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ അന്ന് സൂചിപ്പിച്ച കാര്യം, സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട് ഇസ്ലാം വനിതകൾ, അതുകൊണ്ട് ചേലാകർമ്മം നിർത്തലാക്കണം എന്നതായിരുന്നു പുള്ളിയുടെ അവകാശവാദം. ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് കോടതി അത് നിഷേധിച്ചത്. കാരണം കോടതി പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, ഈ പെണ്ണുങ്ങൾക്ക് ഓർഗാസം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കില്ല കോടതിയുടെ പരിപാടി എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പോയിൻ്റാണ് അന്ന് മിസ് ചെയ്തത്. ഇപ്പോൾ ഇരുന്നുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ ഇനി ഇതുപോലെ ഒരു കേസ് കൊടുക്കുക പ്രാക്ടിക്കൽ അല്ല എന്നാണ് നിയമവശം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത്. വാസ്തവത്തിൽ ഈ ഒരു കാര്യം ഞാൻ കാലങ്ങളായി പറയുന്നതാണ്. ചേലാകർമ്മം എന്ന് പറയുന്നത് ഒരു ഗോത്രീയ രീതിയാണ്, ഒരു ഗോത്രീയ ആചാരമാണ്. ഈ രീതി നിർത്തലാക്കണമെന്ന് എവിടെയും വശമില്ല. പക്ഷേ അതിന് മിനിമം കൺസെൻറ്റ് വാങ്ങിക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗം മുറിച്ച് കളയുകയാണ്, അത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്, പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. സർവശക്തനായ ദൈവം നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു, പിന്നെ അതിൽ നിന്നൊരു പോർഷൻ കട്ട് ചെയ്ത് കളയുന്ന എന്തിനാണ് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഇതിൽ ഭീകരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന, അതായത് WHO പോലും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ, സ്ത്രീകളുടെ ചേലാകർമ്മം നിർത്തലാക്കണമെന്ന്. അത് പെണ്ണുങ്ങളുടെ അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്നല്ല, മൗലിക അവകാശത്തിൻ്റെ ലംഘനം എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ ഗ്ലിറ്റോറിയസ് കട്ട് ചെയ്ത് കളയും. അതായത് ഒരു ഗോത്രീയ ആചാരത്തിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആ ഗോത്രീയത കുറച്ചുകൂടെ ഒരു പടി കൂടെ പോയി പെൺകുട്ടികളുടെ തലയിലേക്ക് കയറുന്ന രീതിയിലേക്ക് ഈ ഗോത്രീയത വന്ന് നിൽപ്പുണ്ട്. ആചാരപ്രകാരം ചടങ്ങുകൾ നടത്തി വലിയ സംഭവമാക്കി കല്യാണം പോലെ നടത്തി ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ കുറവിനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വംശീയ അധിക്ഷേപം എന്ന രീതിയിൽ നമ്മളെ തെറിവിളിക്കാനോ അല്ലെങ്കിൽ നമ്മളെ തെറിവിളിക്കാരി എന്ന് ലേബലൈസ് ചെയ്യാനും ഒരു വിഭാഗം ശ്രമിച്ചിട്ടുമുണ്ട്. സോ ഞാൻ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. എനിക്ക് 2 ആൺമക്കളാണ്. ഞാൻ എന്തായാലും ഈ ഒരു ഫംഗ്ഷൻ അവർക്ക് ഏർപ്പാടാക്കിയിട്ടില്ല, താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ വിശ്വസിക്കുന്ന പടച്ചവൻ എന്തായാലും പെർഫെക്ഷനോടുകൂടിയാണ് ആ കുട്ടികളെ ജനിപ്പിച്ചിട്ടുള്ളത്. ഇനി അതിനകത്ത് കയറി എന്തെങ്കിലും ഒരു സാധനം മുറിച്ച് കളയേണ്ട കാര്യമില്ല. മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ആരെങ്കിലും ഇതിനൊരു സജഷൻ വെച്ചാൽ, ഇപ്പോൾ 80% ഇന്ത്യയിലെ ജനസംഖ്യ ഹിന്ദുക്കൾ, ബാക്കി 20% അന്യമതസ്ഥർ. അപ്പോൾ ഈ 80% വരുന്നവരാരും ചേലാകർമ്മം ചെയ്തതായിട്ട് നമുക്കറിയില്ല. ചിലരൊക്കെ മെഡിക്കൽ രീതിയിൽ, അതായത് മൂത്ര തടസ്സമുണ്ടെങ്കിൽ മുറിച്ച് കളയും, തൊലി നീക്കം ചെയ്യും, അങ്ങനെയുണ്ട്. അല്ലാതെ ഇതൊരു നിർബന്ധമാക്കപ്പെട്ട ചടങ്ങ് പോലുമല്ല. പക്ഷേ ഇത് നിർബന്ധമാക്കപ്പെട്ട ചടങ്ങായി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ പേര് ഓർത്തോണം, സുന്നത്ത് എന്നാണ്. വേണമെങ്കിൽ ചെയ്യാം, ചെയ്താൽ നല്ലത്, നിർബന്ധമല്ല എന്നുള്ള ആ വസ്തു നിലനിൽക്കെ ആ കുട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാതെ അതിനെ ചെയ്യുന്ന ചെയ്ത്താണിത്. ഏർലി ആയിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെയിൻ ഉണ്ടാവത്തില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ അത് അറിയുകയില്ല. കാത് കുത്തുന്നത് പോലൊരു ചടങ്ങ്. ഈ കാത് കുത്തുന്ന ചടങ്ങ് ഗോത്രീയത അല്ലേ എന്ന് ചോദിച്ചു വരുന്നവർക്കാണ്. കാത് കുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാഗം നമ്മുടെ ഈ കാതങ്ങ് മുറിച്ച് കളയല്ല, അവിടെ ഒരു ഹോളാണ് ഇടുന്നത്. ഇനി അത് വേണ്ട എന്ന് വെച്ചാൽ ഹോൾ അടഞ്ഞ് അത് പഴയ ലെവലിലേക്ക് വരും. ഈ മുറിച്ച് കളഞ്ഞ തൊലി പിന്നെയും വീണ്ടും മുറി കൂടി വരത്തില്ല എന്നുള്ളത് വസ്തുത. ഒരു പ്രത്യേക ഭാഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവമായിട്ട് കൊണ്ടുതന്ന തൊലി മുറിച്ച് കളഞ്ഞിട്ട് അത് ദൈവം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്ന വ്യാജേന ചെയ്യുന്ന ഒരു വൃത്തികെട്ട ടേമുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കൂടിയിട്ട് മതപണ്ഡിതന്മാരുടെ ഒരു അവകാശവാദമുണ്ട്.
എയ്ഡ്സ് പോലുള്ള അസുഖം വരത്തില്ല എന്നും. എയ്ഡ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു എത്ര നാളായി? റീസെൻ്റ്ലിയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടത്തപ്പെട്ടിരുന്ന ഒരു ഗോത്രീയ ആചാരം അന്ന് എയ്ഡ്സ് കണ്ടുപിടിക്കപ്പെടാത്ത ഒരു അവസരത്തിൽ എയ്ഡ്സ് വരുമെന്ന വ്യാജേന മുറിച്ച് കളഞ്ഞു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വിരോധാഭാസം. എല്ലാം അങ്ങനെ തന്നെയാണ്. ചില ഗോത്രീയതകൾ നമ്മൾ മനസ്സിലാക്കി മാറ്റി നിർത്തപ്പെടേണ്ടത് മാറ്റി നിർത്തുക തന്നെ വേണം. കുട്ടികളുടെ കവിളിൽ കൂടെ ഒരു കുത്തി ഒരു നാരങ്ങ ഇടുന്ന ഒരു രീതിയുണ്ട് ഹിന്ദുമത സമുദായത്തിൽ. അത് നിർത്തലാക്കിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് നിർത്തലാക്കിയ ഒരു കാര്യമാണ്. ഇവിടെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലുള്ള ഇതുപോലൊരു ഫംഗ്ഷനുണ്ട്. അന്യ കുട്ടികൾക്ക്, അതായത് ഉന്നത കുലജാതരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് താഴ്ന്ന കുലജാതരായ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ട് ഒരു ഓട്ടം നടത്തിക്കും. അതും നിർത്തലാക്കിയിട്ടുണ്ട്. കമ്മീഷൻ ഇടപെട്ട് നിർത്തലാക്കിയ കാര്യം രഹസ്യമായി നടത്തുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഭീകരമാണ് ഈ ഒരു സംഗതി. നിർത്തലാക്കപ്പെടേണ്ട ഒരു ആവശ്യകതയാണ് പറയുന്നത്. ഇത് അന്ന് ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കിയ ഒരു വിഷയമാണ്. ബോധമുള്ളവരിത് ചെയ്യാൻ നിർബന്ധിക്കില്ല കുഞ്ഞുങ്ങളെ. അല്ലാത്തവർ കുഞ്ഞുങ്ങളെ ആഘോഷപൂർവ്വം ഈ ഒരു സാധനം ചെയ്യിക്കും. ഇതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ്, സെക്ഷൽ പ്രോബ്ലംസ്, അത് വേറൊരു തലത്തിലേക്ക് നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അല്ലാതെ തന്നെ ഇതൊരു അനാവശ്യമായ ഒരു ആചാര രീതി തന്നെയാണ്. നിർത്തലാക്കിയില്ലെങ്കിൽ ഇനിയും നിർബാധം കുഞ്ഞുങ്ങൾ മരണത്തിന് അടിപ്പെടും. പിന്നെ വേറൊരു വിശേഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറുക്കമുള്ള പ്രതലം തേടിയിട്ടുള്ള ഒരു പ്രത്യേകതരം തിങ്കിങ് ഇവർക്ക് വരിക എന്നുള്ള സ്വഭാവം. ഞാൻ ഒരുപാട് വീഡിയോ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് നിർഭാഗ്യവശാൽ 23-ാം തീയതി ഈ കണ്ട വാർത്ത കണ്ടപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം എടുത്തൊരു സബ്ജക്റ്റാണ്. ഐ നോ ദാറ്റ്. ഒന്നാമത് ഇതൊരു ഭയങ്കര സെൻസിറ്റീവ് കണ്ടൻ്റാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗം ജനങ്ങളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നതാണ്. സതി നിർത്തലാക്കപ്പെട്ടു. സതി നിർത്തലാക്കാൻ സമ്മതിക്കാതെ പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഗ്രാജുവലി അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതൊരു ഗോത്രീയ ആചാരമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് നിർത്തലാക്കിയിട്ടുണ്ട്. അത്തരം ബോധവിവരമുള്ളവർ എടുത്തു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നിർത്തലാക്കരുത്, പകരം 18 വയസ്സ് നിജപ്പെടുത്തണം. കുഞ്ഞു മക്കൾക്ക് ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കുന്നത്. എന്തായാലും ഭാഗ്യം 2 കുട്ടികളാണ്, അതിലൊന്നാണ് പോയിട്ടുള്ളത്, ഒരെണ്ണമുണ്ട്. അറിയില്ല ഇനി അതിനെന്ത് സംഭവിക്കുമെന്ന്. എന്ത് തന്നെയായാലും ചെറിയ പ്രായത്തിൽ കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. നമ്മുടെ നാട്ടിൽ 18 വയസ്സിനകത്ത് കുഞ്ഞുങ്ങളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയാൽ പോലും കേസെടുക്കാൻ പറ്റുന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ അട്രോസിറ്റി നിർബാധം നടക്കുന്നത്. ഇതിനെതിരെ കേസ് കൊടുത്താൽ പോലും എടുക്കാത്തൊരു രീതിയുണ്ട്. അതൊരു സമുദായത്തെ ചുരണ്ടാൽ കോടതിക്ക് പോലും ഭയമാണ് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇനി പറയുന്ന ഒരു വിഷയത്തിൽ, അതായത് ഈ ചേലാകർമ്മം നിർത്തലാക്കണമോ വേണ്ടയോ എന്നുള്ള ചർച്ച അവിടെ നിൽക്കവേ തന്നെ ഇത് പെൺകുട്ടികൾക്ക് ചെയ്യുന്നതിൻ്റെ കാരണമാണ് ഇതിനേക്കാൾ അപഹാസ്യമായി എനിക്ക് ഫീൽ ചെയ്തത്. സെക്ഷൽ നീഡ് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ആണുങ്ങളുടെ ഫ്രസ്ട്രേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് പെണ്ണുങ്ങളുടെ ചേലാകർമ്മം. അമിതമായ സെക്ഷൽ ഫീലിംഗ് അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരു സ്ത്രീയെ വെറും ഒരു മെറ്റീരിയലായി കൺസിഡർ ചെയ്യണം, പ്രസവിക്കാനുള്ളൊരു യന്ത്രം. അതിനപ്പുറം അവർക്ക് സെക്ഷൽ ഫീലിങ്ങിൻ്റെ ആവശ്യമില്ല. ക്ലിട്ടോറിയസ് എന്ന് പറയുന്ന സാധനം മുറിച്ച് നീക്കപ്പെടുന്നതോടുകൂടി ഓർഗാസം എന്നൊരു കാര്യം അവർക്ക് ഉണ്ടാവില്ല. അതാണ് അവരുടെ കൺസെൻറ്റ്, അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും 2 വിഭാഗത്തിനെ മർമ്മത്തിൽ പിടിച്ചിട്ടുള്ള ഈ കളി നിർത്തലാക്കാൻ ഗവൺമെൻറ് തലങ്ങളിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് വസ്തുത. കണ്ട കാര്യം വിശദമായി ഞാനൊരു വീഡിയോ ആയി ചെയ്തു എന്നതിനപ്പുറം എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരിഫ് ഹുസൈൻ കൃത്യമായി ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ അതേ അനുഭവം തന്നെ വീണ്ടും ഉണ്ടാകും, എടുത്തു മാറ്റിക്കളയും. കാരണം അഡ്രസ്സ് ചെയ്യുന്നത് ഒരു സമുദായത്തിനെയാണ്. തീവ്രമായ മതവിശ്വാസമുള്ള ബോധം തീരെയില്ലാത്ത ഒരു വിഭാഗം ചൂടാപ്പികളെയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരുപാട് ദ്രോഹം ചെയ്യും, ഒരുപാട് ദോഷം ചെയ്യും. പ്രത്യേകിച്ചൊരു പേര് കിട്ടാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമാണ് താങ്കളിത് ചെയ്യുന്നതെങ്കിൽ ശരിക്കും ആലോചിച്ച് സൂപ്പർ ആളുകളെ കൊണ്ട് അത് നല്ല വക്കീലന്മാരെ കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതിനകത്ത് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു ഈ കേസ് കൊടുക്കുന്നതിൽ. പക്ഷെ ഞാൻ അതിന് പിന്മാറാനുണ്ടായ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഇഷ്യൂ അതിനകത്തേക്ക് കുത്തിക്കയറ്റിയത് കൊണ്ടാണ്. അതല്ല ഇതിനകത്തുള്ള വിഷയം. ഇതിനകത്തുള്ള വിഷയം കുഞ്ഞുങ്ങളുടെ മൗലികാവകാശ ലംഘനമാണിത്. അതുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റിൽ ഞാൻ കൂടുതൽ താല്പര്യമാവാത്തതും മാറിയതും എന്നുള്ളത് വസ്തുത. താങ്ക് യു. നിങ്ങളുടെ കമൻസ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ പൊന്നു മുറി ടീംസെ, ഇവിടെ വന്ന് പോക്കൃത്തരം എഴുതിച്ചാൽ തിരിച്ച് നല്ല അങ്ങ് തരും കേട്ടോ. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ലേഡിയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മാതൃക ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളെ ഞാനിത് ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ ഇത് നിർബന്ധമാക്കപ്പെട്ട ഒന്നല്ല, സുന്നത്താണ്. ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിൽ ഒരു പിണ്ണാക്കുമില്ല എന്നുള്ളത്. താങ്ക് യു.